നമസ്കാരം. അഷ്ടമുടിക്കായലിലേക്ക് വീണ അയലൻഡ് എക്സ്പ്രസ് സൃഷ്ടിച്ച പെരുമൺ ദുരന്തമാണ് ഇതിനു മുമ്പ് ഇത്രമാത്രം ദുരൂഹത കേരളീയനിൽ അവശേഷിപ്പിച്ചത്. എവിടെ നിന്നോ വന്ന ഒരു ടൊർണാഡോ ചുഴറ്റിയെറിഞ്ഞാണ് അയലൻഡ് എക്സ്പ്രസ് കായലിൽ വീണതെന്നായിരുന്നു അന്ന് അന്വേഷണം നടത്തിയവർ കണ്ടെത്തിയത്. അതുപോലൊരു ടൊർണാഡോ എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റാണ് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞു വീശിയത്. പ്രമോദ് കോട്ടൂളി എന്ന CPM ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയുമാണ് ഈ ചുഴലിക്കാറ്റിൽ കനോലി കനാലിൽ വീണത്. കോഴിക്കോട്ടെ മുഴുവൻ മാലിന്യവും ഒഴുക്കിവിടുന്ന കനോലിയിൽ വീണ പ്രമോദ് മുങ്ങിപ്പൊങ്ങി നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. PSC അംഗമായി നിയമിക്കപ്പെടാൻ ഒരാൾ 60 ലക്ഷം രൂപ പ്രമോദുമായി കരാർ ഉറപ്പിച്ചെന്നും അതിൽ 22 ലക്ഷം അഡ്വാൻസായി ചൂടോടെ നൽകിയെന്നും അത് നടക്കാതെ വന്നപ്പോൾ അലമ്പുണ്ടാക്കാൻ തുടങ്ങിയെന്നും അതേ ബ്രാഞ്ചിൽപ്പെട്ട മരുമകൻ മന്ത്രി ഇതറിഞ്ഞ് പരാതിയാക്കിയെന്നുമൊക്കെയാണ് ആദ്യമൊക്കെ കേട്ടത്. പരാതി ഉണ്ടെന്ന് ആദ്യം ജില്ലാ കമ്മിറ്റിയും പിന്നെ സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞെങ്കിലും ചുഴലിക്കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങിയപ്പോൾ ആ പരാതി കടലാസാണ് ആദ്യം പാറിപ്പോയത്. പിന്നെ ഏത് കോഴ എന്തു പരാതി എന്നൊക്കെയായി മോഹനന്റെയും ഗോവിന്ദന്റെയും വർത്തമാനം. PSC നിയമനത്തിന് 60 ലക്ഷം രൂപയുടെ കോഴ ആരോപണം വന്നിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല. പാർട്ടി തന്നെ അത് കോംപ്ലിമെന്റ്സ് ആക്കി. റിയാസിന് കൂടി പരിചയമുള്ള ഒരു വനിതാ ഹോമിയോ ഡോക്ടറുമായി 60 ലക്ഷത്തിന്റെ ഡീൽ പ്രമോദ് ഉറപ്പിച്ചത് റിയാസ് അറിയാതെയാണ് എന്ന് ആരെങ്കിലും കരുതുമോ എന്നറിയില്ല. അക്കാര്യം റിയാസ് അറിഞ്ഞിരുന്നില്ല എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. എന്നിട്ടും എന്തിനാണ് റിയാസ് പ്രമോദ് കോട്ടൂളിക്കെതിരെ പാർട്ടിക്ക് പരാതി കൊടുത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അഡ്വാൻസ് വാങ്ങിയ 22 ലക്ഷം എത്തേണ്ട കൈകളിൽ എത്താത്തതാണ് പ്രശ്നമെന്ന് ചിലരെങ്കിലും വിശ്വസിച്ചാൽ അതിൽ അത്ഭുതമില്ല. PSC അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ തന്റെ പേര് അതിലില്ലെന്ന് വന്നതോടെ പ്രശ്നമുണ്ടാക്കിയ ഡോക്ടറെ അതിലും വലിയ മറ്റൊരു പദവി മറ്റൊരു വകുപ്പിൽ വാഗ്ദാനം ചെയ്ത് പിടിച്ചു നിർത്തി വരികയായിരുന്നു. അതും പൊളിഞ്ഞപ്പോഴാണ് വിഷയം അങ്ങാടിപ്പാട്ടായത്. വാങ്ങിയ അഡ്വാൻസ് വാങ്ങിയവർ തിരിച്ചു കൊടുക്കട്ടെ എന്ന നിലപാട് വന്നതാണ് പ്രമോദിനെ വെട്ടിലാക്കിയത്. ഡോക്ടർ പരസ്യമായി രംഗത്ത് വന്നാൽ തന്റെ പേര് കൂടി വലിച്ചിഴക്കപ്പെട്ടേക്കാം എന്ന ഭയത്തിലാണ് സന്തത സഹചാരിയായ പ്രമോദിനെതിരെ റിയാസ് പാർട്ടിക്ക് പരാതി കൊടുത്ത് കൈകഴുകാൻ ശ്രമിച്ചത്. എന്നാൽ റിയാസിനെതിരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂവർ സംഘം കള്ളി വെളിച്ചത്താക്കി. ഈ മൂവർ സംഘം തന്നെ തകർക്കാൻ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് റിയാസ് നൽകിയ പരാതി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും പാർട്ടി വൃത്തങ്ങളിൽ വർത്തമാനമുണ്ട്. വിവാദത്തിൽ റിയാസിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നിൽ ഈ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ ആണോ എന്ന ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിലെ ഉന്നതനും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും കൊയിലാണ്ടിയിൽ നിന്നുള്ള മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവും ചേർന്നാണ് തനിക്കെതിരെ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ നൽകിയതെന്നാണ് റിയാസ് സംശയിക്കുന്നത്. പാർട്ടിയിലെ ഈ പൊതു സംസാരം ഇപ്പോഴും തുടരുകയാണ്. ഈ ടീം തന്നെയാണ് കോഴ വിഷയത്തിൽ റിയാസ് നൽകിയ പരാതിയുടെ രഹസ്യവും പൊളിച്ചത്. പ്രമോദ് കോട്ടൂളി ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു ഡീൽ നടത്തില്ലെന്ന് പാർട്ടിയിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. PSC കോഴ വിവാദത്തിൽ വിശദീകരണം തേടിയ പാർട്ടി ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞാണ് പ്രമോദിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. ഇവിടെയാണ് യഥാർത്ഥ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. ഇല്ലാത്ത പരാതിയിൽ വല്ലാത്തൊരു അന്വേഷണവും മറുപടിയും നടപടിയുമാണ് പിന്നെ കണ്ടത്. ആകെയൊരു വെടിയും പുകയും. എന്തായാലും ഇല്ലാത്ത പരാതിയിൽ വിശദീകരണം തേടിയ പാർട്ടിക്ക് എന്ത് കാര്യത്തിൽ നൽകിയ വിശദീകരണമാണ് ബോധിക്കാതെ പോയത് എന്ന് പ്രമോദിന്റെയും റിയാസിന്റെയും ഏരിയയിലെ പ്രവർത്തകരോടെങ്കിലും വിശദീകരിക്കേണ്ടി വരുമെന്നുറപ്പ്. അതൊക്കെ അവരുടെ പാർട്ടിക്കാര്യം, അതിൽ നാട്ടുകാർ തലയിടേണ്ടതില്ല. പക്ഷേ ഇത്രയും വലിയൊരു ആരോപണമുണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് വിട്ടില്ല എന്നതിനും അവർക്ക് ന്യായമുണ്ട്. സ്വന്തം പോലീസും കോടതിയും ഉള്ള പാർട്ടിയല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മതി എന്ന് കരുതിക്കോളണം. ശമ്പളവും അലവൻസും അടക്കം 4 ലക്ഷത്തോളം രൂപ മാസവരുമാനമുള്ള പദവിയിൽ 6 വർഷത്തേക്ക് 288 ലക്ഷം എന്ന് വെച്ചാൽ 2,88 ലക്ഷം രൂപ വരുമാനവും കാറും വീറുമൊക്കെയുള്ള പദവിക്ക് 20% കമ്മീഷൻ കണക്കാക്കി അതിന്റെ 1/3 അഡ്വാൻസ് ആയി കൈപ്പറ്റി നടത്തിയ ഒരു ഡീൽ വെറുമൊരു ഏരിയ കമ്മിറ്റി അംഗം ഉണ്ടാക്കിയതാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. ഈ ഇടപാട് ഒറ്റയ്ക്ക് നടത്തിയെന്ന് പറഞ്ഞത് സ്വന്തം അമ്മ പോലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പ്രമോദ് കോട്ടൂളി അമ്മയെയും മകനെയും കൂട്ടി ഡോക്ടറുടെ പടിക്കൽ സത്യാഗ്രഹം ഇരുന്നത്. ആര് കൊടുത്തു, എത്ര കൊടുത്തു, എപ്പോൾ കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെയുള്ള ചോദ്യമാണ് ആ അമ്മയും കുഞ്ഞും ഡോക്ടറുടെ പടിക്കൽ ചെന്ന് ഉറക്കെ ചോദിച്ചത്. സത്യത്തിൽ ഇതേ ചോദ്യമല്ലേ എല്ലാവർക്കും അറിയേണ്ടത്? അതിന് ഒരു പോലീസ് അന്വേഷണമല്ലേ വേണ്ടത്? എന്തിനാണ് ഇക്കാര്യത്തിൽ ഒരു പോലീസ് അന്വേഷണത്തെ പാർട്ടി ഭയക്കുന്നത്? അപ്പോൾ അതാണ് കാര്യം. തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് തന്നെ ന്യായം.